കാണിക്കട്ടോ. ആളെ വിളിച്ചിട്ടാണ് അവിടെ വന്നത്. ആള് വിളിക്കും ഇവിടെ വേണ്ടത് ഇവിടെ എടുക്കാൻ അറിയാലോ. വെറുതെ വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു വീടിനും കാര്യമില്ല. ഇല്ല, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. ബിക്കോസ് ഞാൻ ബുക്ക് ചെയ്ത റൈഡാണിത്. ഇതിനകത്ത് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റത്തില്ല, ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ്. ഇവിടെ പറഞ്ഞില്ല എടുക്കാൻ പറ്റില്ല. ഈ ആളെന്ന് പറഞ്ഞാൽ ഇടി പഠിക്കുന്നത്. നിനക്ക് പറ്റെങ്കിൽ എടുക്ക. ലോക്ക് ചെയ്യ്. ഗോ. ഇല്ല, ബിക്കോസ് എനിക്ക് എന്റെ പ്രൊട്ടക്ഷനാണ് ഇത്. എനിക്കറിയില്ല, എന്റെ പ്രൊട്ടക്ഷനാണ് ഈ ക്യാബ് എന്ന് പറയുന്നത്. കാര്യം ക്യാബിന് നമ്പർ ഉണ്ട്, ആള് പോലീസ് വെരിഫൈഡ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം ഇത് മാത്രമല്ല. എനിക്ക് അതെ, നിങ്ങൾക്ക് മീറ്റർ ഇട്ട് ഓടിക്കാനും പറ്റില്ല. എനിക്ക് പറ്റില്ല 350 രൂപ കൊടുത്ത് കാക്കനാട് വരെ പോവാൻ. 350 രൂപ ആകത്തില്ല. 150 രൂപ. വെറുതെ പറയാ. മാത്രല്ല, എനിക്ക് ക്യാബിൽ പോകണം, എനിക്ക് ടാക്സിയിൽ പോകണം, എനിക്ക് ഓട്ടോയിൽ പോകാൻ താല്പര്യമില്ല. സർക്കാരിന്റെ പ്രീപെയ്ഡ് ഓട്ടോ ഉണ്ട് സർക്കാരിന്. രണ്ട് സർക്കാരിനാണ്. അതെ, അപ്പൊ അത് വിളിച്ചു പോവാൻ. സർക്കാരിന്റെ ബസ് ഉണ്ട്. എനിക്ക് എന്താ ബസ്സിൽ പോകാൻ പാടില്ലേ? എനിക്ക് ബസ്സിൽ പോകാൻ പാടില്ലേ? പക്ഷെ എനിക്ക് ടാക്സിയിൽ പോകണം. കാക്കനാടല്ലേ പോണ്ടേ? ഇന്നൊരു മിണ്ട നീ മിണ്ടാണ്ടിരിക്കടാ. നീ മിണ്ടാണ്ടിരിക്കടാ. 170 രൂപ ഇവിടുന്ന് ഓട്ടോയ്ക്ക്. അതിന്റെ റെയിൽവേയുടെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട്. കാറിൽ തന്നെ പോണെങ്കിൽ റെയിൽവേയുടെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട്. ഊബർ വിളിക്കാൻ പാടില്ല. ഊബർ ഇവിടെ വരാൻ പാടില്ല. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയമമാണത്. പെങ്ങളീ സാധനമൊക്കെ വലിച്ച് പുറത്തു പോകേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. അതിനെനിക്ക് താല്പര്യമില്ല. ഇവിടെ അങ്ങനെ ഒരു ലോ ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. ഇവിടെ ഊബർ വരാൻ പാടില്ല. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ എഴുതി വെച്ച ബോർഡല്ലേ? സർക്കാരിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അങ്ങനെയൊന്നും ഇല്ല. ഇവിടുത്തെ പ്രശ്നം ഞാൻ എന്നാ പോയി പറയാം. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന് ചോദിച്ചു നോക്കാം. എന്നെ ഇങ്ങോട്ട് സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ഓട്ടോക്കാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു. ഇത് സത്യമാണോ, ഇതിൽ കാര്യമുണ്ടോ എന്ന് ഞാൻ ചെന്ന് ചോദിക്കാം. കാര്യം എന്താ വെച്ചാൽ എനിക്ക് എന്റെ സെക്യൂരിറ്റി ആണ് വലുത്. നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടാണ്. നമ്മുടെ ബോർഡ് പേപ്പറിൽ, അതായത് ന്യൂസ് പേപ്പറില് പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓർഡർ ഉണ്ട്. അവിടെ അതൊന്ന് വായിച്ചു നോക്കാം ആദ്യം. അതൊന്ന് പെങ്ങൾ ആദ്യം പോയി ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന മലയാളം പാടില്ല. എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ബുക്ക് ചെയ്തു ക്യാബ്. എന്റെ ഫ്രണ്ട്സ് അവിടെ ക്യാബ് ബുക്ക് ചെയ്ത് അവരുടെ പോയി കഴിഞ്ഞു. ഇത് ശരിയായ പണിയല്ല പെങ്ങളെ കാണിക്കാതാ. എനിക്കതൊന്നും പറയാൻ വെറുതെ ഇടി മേടിക്കുള്ള കാര്യം.